അടിപൊളിയായിരുന്നു കേട്ടോ. മാം വന്നല്ലോ. വരാതിരിക്കാൻ പറ്റുമോ? ഇപ്പോഴും നമ്മൾ പാറക്കുട്ടിയിൽ പ്രതീക്ഷിച്ചത് ഫസ്റ്റ് റാങ്കാണ്. എന്നെ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരും. പിന്നെ ഇതിൻ്റെ എല്ലാം പിന്നിൽ മോളെ അച്ഛനാണ്. അതെനിക്ക് നന്നായിട്ടറിയാം. മോള് ചെറുതിലെ തന്നെ അച്ഛനാണ് മോളെ പഠിപ്പിക്കുന്നതും. ഞങ്ങൾ 2 വീടിന് അപ്പുറമാണ് ഞങ്ങളുടെ വീട്. പക്ഷേ എങ്കിലും ഇവിടെ പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങ് കേൾക്കാം. അപ്പം മോൾ ഇതിനും വലിയ ഒരു നിലയിൽ എത്തുമെന്നുള്ളത് നമുക്കറിയാമായിരുന്നു. PG പോയില്ല. ആക്ച്വലി എനിക്ക് ഡിഗ്രി ഞാൻ 3rd റാങ്ക് ഹോൾഡർ ആയിരുന്നു. മാം ഉൾപ്പെടെ ഒരുപാട് ഓപ്ഷൻസ് എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു. എങ്കിലും ശരിക്കും അത് യൂസ് ചെയ്യാതെയാണ് ഞാൻ പോയത്. മാം ബെസ്റ്റ് സിറ്റുവേഷൻസിൽ നമ്മളെ കൂടെ ഒരുപാട് പേരാണ്. ബട്ട് വർസ്റ്റ് സിറ്റുവേഷനിൽ എത്തുക എന്ന് പറയുന്നതാണ്. നമസ്കാരം. കോമ്പറ്റേറ്റീവ് ക്രാക്കർ സക്സസ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഗംഗ എസ് ലാലാണ്. സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി പരിചയപ്പെടുത്തുന്നു ഗംഗ എസ് ലാൽ, ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് 2025 റാങ്ക് ലിസ്റ്റിലെ 2nd റാങ്ക് ഹോൾഡർ. ഒട്ടും എളുപ്പമായിരുന്നില്ല ഗംഗയുടെ ഈ ഒരു വരവ് എന്ന് പറയുന്നത്. റാങ്ക് ലിസ്റ്റിലേക്കുള്ള ഈ ഒരു യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും 23-ാം വയസ്സിൽ ഈ കുട്ടി നേടിയ വിജയം നിങ്ങൾ ഓരോരുത്തരും അറിയണം. നിങ്ങൾക്കതൊരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും. അഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം ഗംഗ. വെൽക്കം. നമസ്കാരം. അപ്പോൾ ഗംഗ, ആദ്യം ഗംഗ ഒന്ന് പരിചയപ്പെടുത്താമോ? ഗംഗയുടെ പേര്, വീട്, വീട്ടിലാരൊക്കെയുണ്ട്, പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്ന് നമ്മുടെ ഓഡിയൻസിനോടൊന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ഗംഗ എസ് ലാൽ. എൻ്റെ നാട് ട്രിവാൻഡ്രത്ത് ആറ്റിങ്ങലാണ്. എൻ്റെ വീട്ടിൽ അമ്മയും 2 അനിയത്തിമാരും ഞാനുമാണ് ഉള്ളത്. അച്ഛൻ 5 വർഷം മുന്നേ മരിച്ചുപോയി. അച്ഛൻ പ്രവാസിയായിരുന്നു. അമ്മ LIC ഏജൻ്റായിട്ട് കഴിഞ്ഞ 6 വർഷമായിട്ട് വർക്ക് ചെയ്യുകയാണ്. 2 അനിയത്തിമാർ, അതിൽ മൂത്തയാൾ ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഇൻ്റർനാഷണൽ റിലേഷൻസ് ഡിഗ്രി 3-ാം വർഷം. അടുത്ത മാസം ആളുടെ കോഴ്സ് തീരുകയാണ്. ഏറ്റവും ഇളയാൾ കാര്യവട്ടത്ത് BSc ജോഗ്രഫി ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. ഓക്കെ. ഗംഗ പഠിച്ചത് എക്കണോമിക്സ് ആണ്? ഞാൻ പഠിച്ചത് എക്കണോമിക്സ് ആണ്. എവിടുന്നാണ് പഠിച്ചത്? ആറ്റിങ്ങൽ കോളേജിൽ തന്നെയാണ് മാം ഞാൻ പഠിച്ചത്. ഓക്കെ. ഗംഗ അപ്പോൾ കോഴ്സ് ഏത് വർഷമാണ് കഴിഞ്ഞത്? ഞാൻ 2022 പാസ് ഔട്ടാണ് മാം. 2022 പാസ് ഔട്ടാണ് അല്ലേ? 2022 പാസ് ഔട്ട്. അതിനുശേഷം എന്ത് ചെയ്തു? അതിനുശേഷം ഞാൻ PG പോയില്ല. ആക്ച്വലി എനിക്ക് ഡിഗ്രി ഞാൻ 3rd റാങ്ക് ഹോൾഡർ ആയിരുന്നു. അപ്പോൾ PG പോകാനായിട്ട് എനിക്ക് ഒരുപാട് എക്സ്റ്റേണൽ അറ്റ് ദ സെയിം ടൈം ഇന്റേണൽ പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് PGക്ക് പോയി എന്നതുകൊണ്ട് നെറ്റ് എഴുതി അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിക് സർവീസ് അങ്ങനെ ഒന്നും തന്നെ എൻ്റെ ഡ്രീംസിലൊന്നും ഉണ്ടായിരുന്നില്ല. ടു ബി എംപ്ലോയിഡ് ഇമ്മീഡിയറ്റ്ലി, ആ ഒരൊറ്റ കാര്യമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ PGക്ക് പോയാലും 2 വർഷം കഴിയുമ്പോഴും എനിക്ക് ഈ ഒരു എക്സാംസ് ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു അതേ ഡിലമയിൽ ഞാൻ വന്ന് നിൽക്കുമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കരുതി ആ ഒരു ഫീൽഡിലേക്ക് തന്നെ നേരിട്ടിറങ്ങാം. ആദ്യം ജോലി. അതെ, PG കഴിയുന്ന ആ ഒരു പീരീഡ് കൊണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതൊരു അച്ചീവ്മെൻ്റ് ആകും എന്നൊരു തീരുമാനം വന്ന് ഞാനും എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ കോളേജിലെ ടീച്ചേഴ്സ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഇറങ്ങിക്കോളൂ, കുഴപ്പമില്ല, PG ഇല്ലാത്തതൊരു നഷ്ടമാകില്ല എന്ന് ഭയങ്കരമായൊരു സപ്പോർട്ട് തന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. പക്ഷേ ഈ ഒരു 2 വർഷം ഞാൻ ഒരുപാട് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രഷർ എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആലോചിക്കുമ്പം അതിലൊരു നഷ്ടവും തോന്നില്ല. അന്നെടുത്ത ഡിസിഷൻ ആ ഒരു 2 വർഷം കൊണ്ട് ശരിയാണ് എന്ന് എനിക്ക് എന്നോട്, എൻ്റെ കോൺഫിഡൻസിനോട് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. വലിയൊരു കാര്യം തന്നെയാണ് ഈ ഒരു ചെറു പ്രായത്തിൽ. ഇതിനു മുമ്പ് എക്സാംസ് ഏതൊക്കെ എഴുതിയിട്ടുണ്ട് മാം? ഞാൻ 22 പാസ് ഔട്ട് ആകുന്നതിന് ശേഷമാണ് ആക്ച്വലി കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതി തുടങ്ങുന്നത്. കാരണം ഈ 20 മുതൽ കോവിഡ് വന്നിട്ട് ആകെ ഒരു ഡിസോർഡർ ആയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു അവസ്ഥ. 22 പാസ് ഔട്ട് ആകുമ്പോൾ തന്നെയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ പ്രിപ്പറേഷൻ അതിന് വേണ്ടി ആക്കാമെന്നൊരു തീരുമാനത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ എക്സാമിനേഷനും അതേ വർഷമാണ് വന്നത്. രണ്ടും ഞാൻ അതിൻ്റെ എഡ്ജിൽ എനിക്ക് മിസ്സായി. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജൊക്കെ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് എഴുതുന്ന എക്സാം ഞാൻ ഇത്രയൊക്കെ പ്രിപ്പയർ ചെയ്തു, എനിക്ക് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ ആ എക്സാമിൽ എൻ്റെ പ്രിപ്പറേഷനിൽ ഒരുപാട് ഫാൾട്ടുകൾ ഉണ്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ലിസ്റ്റ് എനിക്ക് സപ്ലിമെൻ്ററിയിൽ ഉൾപ്പെടാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി എനിക്കൊരു വല്ലാത്ത മെൻ്റലി ഞാൻ ഒരുപാട് വീക്കായി പോയി എങ്കിലും അതിൽ എനിക്ക് എൻ്റെ ചില
സ്ട്രെങ്ത് ഏരിയാസ് തിരിച്ചറിയാനും അതിനേക്കാൾ ഉപരി എൻ്റെ പഠനത്തിൽ എന്തൊക്കെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഐ ഹാവ് ടു ഇമ്പ്രൂവ് എ ലോട്ട്, ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കാൻ എന്നെ സഹായിച്ചത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൽ എനിക്കുണ്ടായ ഫെയിലിയർ തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെയും ഇൻ്റർവ്യൂ ലെവൽ വരെ പോകാൻ പറ്റി, IB റാണി മാമിനെ ഒന്ന് കാണാൻ പറ്റി, അങ്ങനെയുള്ള ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ആ സമയത്ത് കിട്ടിയെങ്കിലും അത് എനിക്ക് ഇൻ്റർവ്യൂ ക്വാളിഫൈഡ് ആകാൻ പറ്റിയില്ല. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു മാം. കാരണം നമുക്ക് പബ്ലിക്കിന് ഒരിക്കലും അകത്ത് എത്ര ഈസിയായി കയറാൻ പറ്റാത്തൊരു ഓഫീസിൽ ചെല്ലാനും ഓഫീസേഴ്സിൻ്റെ മുന്നിലിരിക്കാനും എനിക്ക് എന്നെ എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ പറ്റി. ബിക്കോസ് എനിക്ക് എൻ്റെ ഒരു ഡേ ബൈ ഡേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് ആ 2 ഫെയിലിയേഴ്സ്. ഗ്രേറ്റ്. അത് തന്നെ വലിയൊരു തിരിച്ചറിവ്. 23 വയസ്സുള്ള ഒരു കുട്ടിയുടെ തിരിച്ചറിവ് എന്ന് പറയുന്നത് ഒരു വലിയ റേഞ്ച് തന്നെയാണ്. അപ്പം ഏത് സ്കൂളിലാണ്, സ്കൂളിങ് എവിടെയായിരുന്നു? മാം, ഞാൻ പഠിച്ചത് ഹൈസ്കൂൾ ആറ്റിങ്ങൽ തന്നെയാണ് പഠിച്ചത്. ആറ്റിങ്ങൽ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാളം മീഡിയം പഠിച്ച ആളായിരുന്നു ഞാൻ. അപ്പം മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. 10 വർഷം മലയാളം മീഡിയത്തിൽ തന്നെയാണ് പഠിച്ചത്. അതെ മാം. അപ്പം ഞാൻ എന്തുകൊണ്ടാണത് ഒന്നും കൂടി ചോദിച്ചതെന്ന് വെച്ചാൽ, കഴിഞ്ഞ 2 പ്രാവശ്യത്തെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിലും കേരളത്തിൽ ഉദ്യോഗാർത്ഥികളോടൊപ്പം നിന്ന് നമ്മുടെ ഒരു ടീമാണ്. അപ്പോൾ ഈ ടീമിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ക്വറീസിൽ, വെബിനാറുകളിലായിക്കോട്ടെ, ക്ലാസ്സുകളിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ ഒക്കെ നമ്മളോട് വന്നിരിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്, ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് 50 മാർക്കും പിന്നെ ഒരു 60 മാർക്ക് ഇപ്പോഴത്തെ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ PSC എക്സാംസിലും ആണെങ്കിൽ ഓക്കെ, പക്ഷേ ഇതിലെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഒരുപാടാണ്. ഇത് കേൾക്കുന്നവരിൽ പലരും അത് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതേ ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ വരുന്ന ഒരാളാണ് ഗംഗ. ഗംഗ ഇന്ന് 2nd റാങ്ക് ഹോൾഡറാണ്. എന്താണ് പറയാനുള്ളത്? മാം, 10th കഴിഞ്ഞ സമയത്ത് ശരിക്കും 2 ഓപ്ഷൻസ് ആയിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. ഞാൻ ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ ഹ്യൂമാനിറ്റീസും എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നുകിൽ ഞാൻ പഴയ പോലെ മലയാളം മീഡിയത്തിൽ കണ്ടിന്യൂ ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ആലോചിക്കുമ്പോഴും ചലഞ്ചാണ്. ഞാൻ NCERT ടെക്സ്റ്റ് ബുക്സ് എവറിത്തിങ് ഇംഗ്ലീഷിൽ പഠിച്ച് ആ ഒരു മീഡിയം ചേഞ്ച് ചെയ്ത് എൻ്റെ ഒരു സ്റ്റാൻഡേർഡിൽ വ്യത്യാസം വരുത്തുകയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് പറയാൻ പറ്റും, എൻ്റെ അച്ഛൻ്റെ ഭയങ്കരമായ സപ്പോർട്ടോടുകൂടി ഞാനത് ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തു. അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞ കാര്യമാണ്, തോക്കുന്നെങ്കിൽ തോറ്റോട്ടെ, മാർക്ക് എന്നെ ബോധിപ്പിച്ചാൽ മതിയല്ലോ, അമ്മയോട് പറഞ്ഞാൽ മതിയല്ലോ, ഞങ്ങൾ ഓക്കെയാണ്. പക്ഷേ ഈ ഒരു ചലഞ്ച് ഇപ്പോൾ ഏറ്റെടുത്തിട്ട് ശരിക്കും ആ ഒരു രീതിയിൽ സ്റ്റാൻഡേർഡ് കൂട്ടുകാർ തന്നെ ഉയർത്തിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ചിന്തിക്കുമ്പോഴും ശരിക്കും ഒരു ദുസ്വപ്നം കണ്ടൊരു ഫീലിംഗ് തോന്നാറുണ്ട്. കാരണം വായിക്കുന്ന കാര്യം മനസ്സിലാകുന്നില്ല. മറ്റൊരു നമ്മൾ വളരെ പെട്ടെന്ന് ടീച്ചേഴ്സിനോടൊപ്പം അല്ലെങ്കിൽ അവരെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട് ആൻസേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്ന, ക്ലാസ്സിൽ നല്ല രീതിയിൽ ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റിക്കൊണ്ടിരുന്ന എനിക്ക് ഇപ്പം എന്താണ് ഇവർ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പം അവർക്കൊപ്പം അതേ സ്പീഡിന് എത്താൻ പറ്റുന്നില്ല. അറ്റ് ദ സെയിം ടൈം ക്ലാസ്സിലെ ഒരു മൈനോറിറ്റി സെക്ഷനെങ്കിലും കുട്ടികൾ ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം വല്ലാത്തൊരു പ്രഷർ ആ സമയത്ത് അനുഭവിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചു, അച്ഛൻ കൂടെയുണ്ട്, അമ്മ കൂടെയുണ്ട്, പഠിക്കുക, നന്നായിട്ട് വായിക്കുക. അന്ന് അച്ഛൻ പറഞ്ഞു തന്നൊരു മാർഗ്ഗമാണ് റീഡ് ഹിന്ദു ന്യൂസ് പേപ്പർ ഡെയിലി, ഇന്ത്യൻ എക്സ്പ്രസ് ഡെയിലി. വായിക്കുക. അറിയില്ല എന്ന് തോന്നും, മീനിങ് മനസ്സിലാകില്ല, പ്രൊണൗൺസിയേഷൻ തെറ്റാകും, പക്ഷെ വായിക്കുക. അന്ന് ആ ഒരു +1 ഞാൻ അനുഭവിച്ച ഒരു സ്ട്രഗിൾ അത് തന്നെയാണ് ഈ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിലും ഈ ഒരു 2nd റാങ്കിൻ്റെ ബേസ് അത് തന്നെയാണ്. ഇതിനെ ചിന്തിച്ച് നോക്കുമ്പോൾ അത് തന്നെയാണ്. എനിക്ക് ഒരു എക്സാം പോലും മലയാളത്തിൽ എഴുതേണ്ടി വന്നിട്ടില്ല. എൻ്റെ 12 എക്സാംസും എനിക്ക് +1 +2 ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ പറ്റി. 99% മാർക്കും കിട്ടി. എനിക്കൊന്ന് സ്കൂളിൽ ടോപ്പറായിട്ട്, ഹ്യൂമാനിറ്റീസിൻ്റെ സ്ട്രീം ടോപ്പറായിട്ട് ഇറങ്ങാൻ പറ്റി. ഇപ്പോൾ തിരിഞ്ഞാലോചിച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് അന്ന് ആ ചലഞ്ച് ഏറ്റെടുക്കാനായിട്ട് എനിക്ക് ധൈര്യം തന്ന അച്ഛനും അമ്മയും ആ ഒരു ഫ്ലോയ്ക്കൊത്ത് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റി എന്നതും തന്നെയാണ് മാഡം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഇംഗ്ലീഷിൻ്റെ പീരീഡ്സ് 1 hour ആയിരിക്കും ഒരു ദിവസം കിട്ടുക. അത് തന്നെ നമുക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ ഇംഗ്ലീഷ് പീരീഡ്സ് വരുമ്പോഴും ഫുൾ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിലല്ല. സോ നമുക്ക് ഇംഗ്ലീഷുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്, വൊക്കാബുലറി വളരെ കുറവാണ്. അത്രയും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിൽ നിന്ന് എനിക്ക് മാറി ഇപ്പം എനിക്ക് ഡേ ബൈ ഡേ എന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അത് ഒരു പറ്റാത്ത കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല മാം. കാരണം ഏത് കുട്ടികൾ, ഇപ്പോൾ മാം പറഞ്ഞ പോലെ എന്നോട് പലരും, ഇപ്പോൾ എൻ്റെ അനിയത്തിമാരുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഉൾപ്പെടെ പലരും പറഞ്ഞിട്ടുണ്ട് ലാംഗ്വേജ് ഒരു പ്രശ്നമാണ്. അപ്പം ഞാൻ പറയുന്നത് ഇല്ല, എനിക്ക് പറ്റിയിട്ടുണ്ട്, നിങ്ങൾക്കും പറ്റും. ന്യൂസ് പേപ്പർ വായിക്കുക, NCERT ടെക്സ്റ്റ് ബുക്ക് ഫ്രെയിം ചെയ്തിട്ടുള്ള രീതി അതാണ്. ഒരു മടിയും കൂടാതെ വായിക്കുക. ആദ്യത്തെയും 2ാമത്തെയും ദിവസം വായിക്കുമ്പോൾ നമുക്ക് ഒരു ഫെമിലിയാരിറ്റിയും തോന്നുന്നില്ല. പക്ഷേ 3ാമത്തെ ദിവസം നമുക്ക് അവരോട് ഒരു റിലേഷൻ, കണക്ഷൻ ഫീൽ ചെയ്യും. 4ാമത്തെ ദിവസം ഡെഫിനറ്റ്ലി നമ്മൾ ആദ്യം എടുത്തതിൻ്റെ 10 എഫർട്ട് നമുക്ക് വേണ്ട അത് മനസ്സിലാക്കാനായിട്ട്. ഞാൻ സ്റ്റിൽ ഓർമ്മിക്കുന്നുണ്ട്.
കാരണം ഫസ്റ്റ് ഞങ്ങൾക്ക് +1 പഠിക്കുമ്പോൾ ഹിസ്റ്ററിയിലെ സെക്കൻഡ് ചാപ്റ്റർ മെസപ്പൊട്ടോമിയ ആയിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങളുടെ സാറ് പഠിപ്പിച്ച് തുടങ്ങുന്നത്. അന്ന് ആ മെസപ്പൊട്ടോമിയ ഒരൊറ്റ യൂണിറ്റ് പഠിക്കാൻ 1.5 മാസത്തോളം എനിക്ക് വേണ്ടി വന്നു. എക്സാഗ്രേഷൻ അല്ല മാം, എനിക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു എഴുതി പഠിച്ച് എന്താ ഇതെന്ന്. പക്ഷേ ലാസ്റ്റ് ഞാൻ ആ വാർഷിക പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ടോട്ടൽ ടെക്സ്റ്റ് ബുക്ക് എനിക്ക് 2 ദിവസം കൊണ്ട് റിവൈസ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്കത് കാണുമ്പോൾ മെറ്റീരിയൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ എങ്ങനെയും ഒപ്പിക്കുക. മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ വായിച്ചെടുക്കുന്നതിൻ്റെ സമയം ഒന്നും ഒരു വിഷയമല്ല, വളരെ കുറച്ച് സമയം കൊണ്ട് വായിച്ചെടുക്കാൻ പറ്റും. അത് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ടിന്യൂസ്ലി അതിനോട് വിട്ടുകൊടുക്കാതെ വായിച്ചു പ്രാക്ടീസ് ചെയ്തു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. പിന്നെ അവിടുന്ന് പത്രവായന ശീലമാക്കി അത് അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. അങ്ങനെ പത്രവായന ശീലമായത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആയി എനിക്ക് ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനെ സംബന്ധിച്ച്. കാരണം പത്രവായന എൻ്റെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് എന്നെ സഹായിച്ചു എന്നതുപോലെ തന്നെ OMRന്റെ 50 മാർക്കിൽ ഒരുപാട് സഹായിച്ചു മാം. കാരണം ഇത്തവണത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ ഞാൻ കരുതിയത് വൊക്കാബ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഗ്രാമർ കുറച്ച് ചോദിക്കുന്നതായിരിക്കും. പക്ഷെ ആക്ച്വലി ഒരു കുട്ടിയുടെ പ്രാക്ടിക്കൽ സെൻസ് അളക്കുന്ന തരത്തിലായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ OMR വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷകൾക്ക് വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ അതിന് സഹായിക്കണമെന്നെങ്കിൽ ആ കുട്ടിക്ക് അതായത് വളരെ നല്ലൊരു റീഡിങ് ഹാബിറ്റ് ഉണ്ടായിരിക്കണം. പത്രങ്ങളല്ലാതെ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. ഞാനിവിടെ കണ്ടു ഒരു വലിയൊരു കളക്ഷൻ ഓഫ് ലക്ഷ്മികാന്തിൻ്റെ ബുക്സ് തുടങ്ങി എല്ലാ ബുക്സിൻ്റെയും ഒരു കളക്ഷൻ അല്ലേ ഇവിടെ ഉണ്ടായിരുന്നു. ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എന്നൊരു പരീക്ഷയാണ് ഇപ്പോൾ നമ്മളെ വിജയത്തിലെത്തിച്ചിരുന്നത് അല്ലേ. അപ്പോൾ ഈ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് പരീക്ഷയിൽ അല്ലെങ്കിൽ ആ സമയങ്ങളിൽ എന്തെല്ലാം ചലഞ്ചസ് ഫേസ് ചെയ്തിരുന്നു? അല്ലെങ്കിൽ ഇതിലേക്ക് ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഗ്രാജുവലി ഓവർകം ചെയ്തുകൊണ്ട് വരുന്നൊരു സാഹചര്യമാണ്. അതല്ലാതെ ആസ് എ പേഴ്സൺ ഈ ഒരു എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്ന സാഹചര്യത്തിലൊക്കെ ഓക്കെ ആയിരുന്നോ? അല്ലെങ്കിൽ യു വർ റെഡി ടു ഗോ എന്നൊരു സ്റ്റേജ്? ഐ വാസ് നോട്ട് റെഡി ടു ഗോ എന്നതായിരുന്നു വന്നൊരു സിറ്റുവേഷൻ. ബിക്കോസ് 2024 ജാനുവരി 4-ാം തീയതിയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അത് സപ്ലിമെൻ്ററി ആണ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഞാൻ മെൻ്റലി ഡൗൺ ആയി. പിന്നെ അവിടെ നിന്ന് കുറച്ചൊന്ന് ഇമ്പ്രൂവ്ഡ് ആയി തുടങ്ങുമ്പോഴേക്കും അമ്മയുടെ വയ്യായ്മ, അതായത് അമ്മ ആക്ച്വലി ഹാർട്ട് പേഷ്യൻ്റ് ആണ്, അമ്മയ്ക്ക് വളരെ പെട്ടെന്നൊരു സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ആ ഒരു പഠനമൊക്കെ മാറ്റി വെച്ച് അമ്മയിൽ മാത്രം ഫോക്കസ് ചെയ്തു. അപ്പം അമ്മയ്ക്ക് സർജറിയോട് കൂടി അമ്മയുടെ ഹെൽത്ത് ഓക്കെ ആവും. അപ്പം വീണ്ടും ഞാൻ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി എൻ്റെ മുന്നിൽ എന്ത് ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 2024 ജൂലൈ മാസം 27-ാം തീയതി ഞങ്ങൾക്ക് LD ക്ലർക്കിൻ്റെ എക്സാം ഉണ്ട്. പക്ഷേ എനിക്കെൻ്റെ മനസ്സ് അനുവദിച്ചില്ല. LD ഞാൻ ഒന്നിനെയും വില കുറച്ച് കാണുന്നത് ഒന്നുമല്ല മാം, എനിക്ക് കുറച്ചുകൂടെ നേടണം. കാരണം ഞാൻ തോറ്റിട്ടുണ്ട്, അപ്പോൾ എനിക്കത് ജയിച്ച് വരണം എന്നൊരു മാനസികാവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ശരൺ ചേട്ടനുമായിട്ട് മാം നടത്തിയൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ ശരൺ ചേട്ടൻ്റെ ആ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് കാണുന്നത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അമ്മയുടെ അടുത്തിരുന്നതാണ്. അവിടെ വെച്ച് ഞാൻ ഡിസൈഡ് ചെയ്തു, എനിക്കറിയാം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മ റെസ്റ്റിലാണ് 3 മാസത്തേക്ക്, ഞാനും എൻ്റെ സിസ്റ്റേഴ്സും ചേർന്നാണ് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. പക്ഷേ സമയം കിട്ടും, നമുക്കത് ചെയ്യാൻ പറ്റും. അവിടെ വെച്ചെടുത്തൊരു വളരെ ആ ഒരു പോയിന്റിൽ, ആ ഒരു മൊമെൻറ്റിലാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. വേറെ ഒന്നും ഫോക്കസ് ചെയ്യേണ്ട, ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് തന്നെ ഫോക്കസ് ചെയ്യുക. കാരണം എനിക്കറിയാം ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ LDക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല, LSTDക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല, റിസ്ക് ആണ്. പക്ഷെ ആ റിസ്ക് ഏറ്റെടുക്കുക. കാരണം മാം ശരൺജനോട് സംസാരിച്ചപ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു ഹാർഡ് വർക്ക്, കാര്യങ്ങൾ മാം അപ്രോച്ച് ചെയ്തൊരു രീതി ദെൻ വൈക്കാണ്ടായി. ആ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ തിരികെ വരുന്നത്. പക്ഷേ ഇവിടെ വീട്ടിലെ കാര്യങ്ങളൊന്നും സ്മൂത്ത് ആയിരുന്നില്ല. അമ്മ ചെയ്യേണ്ടിയിരുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ 3 പേരും ഒരുപോലെ മാനേജ് ചെയ്തു. ഫ്രം കുക്കിംഗ്, വെളിയിൽ പോകുന്നത്. സത്യത്തിൽ അമ്മയുടെ റോള് മനസ്സിലായൊരു പീരീഡും കൂടിയായിരുന്നു കേട്ടോ. അമ്മയാണ് ഞങ്ങളുടെ ബാക്ക് ബോൺ. അല്ലെങ്കിൽ ഞങ്ങളുടെ ഏത് റാങ്കിൻ്റെ പിന്നിലും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഏത് A+ൻ്റെ പിന്നിലും, ഞങ്ങൾക്ക് കിട്ടിയ ഏത് അവാർഡിൻ്റെ പിന്നിലും ഞങ്ങൾ അറിയാതെ ഒരു റോൾ അമ്മയ്ക്കുണ്ട് എന്ന് അമ്മയുടെ റെസ്റ്റ് പീരീഡിലാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. പക്ഷേ അമ്മ അപ്പോഴും എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം, അപ്പോൾ അമ്മയ്ക്ക് ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്, അപ്പോൾ അമ്മ എഴുന്നേറ്റ് നിന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇതെല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു കൊണ്ട് ഒരു 1-2 മാസം കൊണ്ട് ആള് ഭയങ്കര ഓക്കെ ആയി. എല്ലാം പഴയ പോലെ ആയപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും എൻ്റെ പഴയതുപോലെ ഫുൾ ടൈം ഒരു പ്രിപ്പറേഷനിലേക്ക് പോകാൻ പറ്റി. ഇവിടെ ഞാൻ ഒരു കാര്യം ഇടയിൽ പറഞ്ഞോട്ടെ. ഞങ്ങളിപ്പോൾ ഈ വീട്ടിലേക്ക് വരുന്ന, അതായത് ഇവിടെ ഈ ഒരു പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ഉണ്ടല്ലോ, അമ്മയുടെ അഭാവത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു എന്നുള്ളത്. ഈ വീടും ജംഗ്ഷനുമായിട്ട് അപ്രോക്സിമേറ്റ്ലി 2 കിലോമീറ്ററിൻ്റെ ദൂരമുണ്ട്, ശരിയല്ലേ, സിറ്റിയുമായിട്ട്. ആ വഴി ബസ്സില്ല. ഓക്കെ, നല്ല ദൂരം. ഞങ്ങൾ വണ്ടിയിൽ വരുമ്പോൾ ഞങ്ങൾ ആലോചിക്കും, ഇത് ഇത്രയും ദൂരം ഈ കുട്ടികൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അത് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഞങ്ങൾ ഈ വീട്ടിൽ വന്നു വളരെ
എന്താ പറയുക, ഒരു ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഏതൊരു എക്സാം പഠിക്കുമ്പോഴും ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോഴും എനിക്ക് ഒരു ക്ലൂവുമില്ല, ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇയാൾ ഈ ഒരു വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത്. അത് വലിയൊരു കാര്യമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വരവായിരുന്നു ഇത്. എന്തായാലും തീർച്ചയായിട്ടും അച്ഛൻ വളരെ ഹാപ്പി ആയിരിക്കും. അച്ഛൻ്റെ ആ ഒരു ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റിൽ തുടങ്ങി തീർച്ചയായിട്ടും അദ്ദേഹം വളരെ ഹാപ്പി ആയിരിക്കും അല്ലേ? അതെ മാം, തീർച്ചയായും. അപ്പോൾ ശരിക്കും ആ ഒരു പഴയ ഒരു ഋത്തം എനിക്ക് കിട്ടുന്നത് ജൂൺ മാസം മുതലാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 4 മാസം എക്സ്ക്ലൂസീവായിട്ട് ഇതിനു വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്തു. ഒരു 10 to 12 hours ഡെയിലി ഇരിക്കണം, എന്നെ കൊണ്ട് പറ്റും, ആ ഒരു രീതിയിൽ വാശിക്ക് ഞാൻ ശരിക്കും അലാമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്രിപ്പയർ ചെയ്തു. ഡിസ്ക്രിപ്റ്റീവിന്റെ പ്രിപ്പറേഷൻ പാരലി കൊണ്ടുപോയിരുന്നോ അതോ ഒരുമിച്ചായിരുന്നു മാം. കാരണം എനിക്കറിയായിരുന്നു രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണുള്ളത്. OMR ക്ലിയർ ചെയ്യാത്തൊരവസ്ഥയിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവിൽ എത്ര പെർഫോം ചെയ്താലും അതിന് വാല്യൂ ചെയ്യപ്പെടുന്നില്ല. ഡിസ്ക്രിപ്റ്റീവ് നമ്മൾ OMR വളരെ നന്നായി പെർഫോം ചെയ്താലും ഡിസ്ക്രിപ്റ്റീവിൻ്റെ മാർക്കാണ് നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് സെറ്റ് ഓഫ് അഡ്വൈസ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പെർഫോം വെൽ ഇൻ ബോത്ത് എക്സാമിനേഷൻസ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈക്വൽ ടൈം കൊടുത്ത് തന്നെയാണ് പ്രിപ്പറേഷൻ ചെയ്തത്. പക്ഷേ ഞാൻ ഇപ്പോഴും അണ്ടർലൈൻ ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ന്യൂസ് പേപ്പർ റീഡിങ് രണ്ടിനെയും എനിക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റി എന്നതാണ്. പിന്നീട് GK വേണ്ടിയിട്ട്, ജനറൽ നോളജിന് വേണ്ടിയിട്ട് മാം ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു രീതി ആയിരുന്നില്ല. ഞാൻ സെലക്ട് ചെയ്ത് സ്ട്രാറ്റജിക്കലി ആയിരുന്നു മൂവ് ചെയ്തത്. സയൻസിന് വേണ്ടി കുറച്ച് സമയം, പോളിറ്റിക്കും ജുഡീഷ്യറിക്കും വേണ്ടി കൂടുതൽ സമയം. പക്ഷെ ആ ഒരു രീതി ഫോളോ ചെയ്തൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതെ. ഇപ്പോൾ കോമ്പറ്റേറ്റീവ് ട്രാക്കിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ന്യൂസ് പേപ്പർ ഞങ്ങളും തുടക്കം മുതലേ നമ്മളുടെ കോഴ്സിൽ ഇമ്പോസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. കുട്ടികൾക്ക് പോൾ കൊടുക്കുന്നതിലൂടെ, പോൾ കൊടുക്കുമ്പോൾ ഞങ്ങൾ ന്യൂസ് പേപ്പറിലെ ലൈൻസ് തന്നെയാണ് പോളുകളിലൂടെ കൊടുക്കുന്നത്. ആദ്യകാലങ്ങളിൽ വൊക്കാബുലറി കുട്ടികളിലേക്ക് എത്തിക്കാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് നമ്മൾ വൊക്കാബുലറി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വൊക്കാബുലറി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നൊരു ഇമ്പാക്റ്റ് ഭയങ്കരമായിരുന്നു, പേടിയായിരുന്നു അല്ലേ? വൊക്കാബുലറി കുട്ടികളെ സംബന്ധിച്ചുള്ള ഗ്രാമർ പഠിക്കാൻ പറ്റും, അതിൻ്റെ കുറച്ച് ടെക്നിക്സ് ഉണ്ട്, അത് പഠിക്കാം. പക്ഷേ ഈ വൊക്കാബുലറി എങ്ങനെ പഠിക്കും? അപ്പോൾ കൃത്യമായിട്ട് ന്യൂസ് പേപ്പർ വായിക്കുക, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഒരേപോലെ ശ്രദ്ധിച്ച ഒരു എക്സാം തന്നെയായിരുന്നു ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവിന് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 37.5 മാർക്സ് ആണ് മാം. 37.5, 40 ആണ് ഹയസ്റ്റ് മാർക്ക്. അത് 3 പേർക്കോ മറ്റേ 40 ഉള്ളൂ അല്ലേ? OMRൽ എത്ര ഉണ്ടായിരുന്നു? OMR 58. എനിക്ക് ഓർമ്മയുണ്ട്, ഫോണിൽ സംസാരിച്ചത് എനിക്ക് നല്ല 58 എന്ന മാർക്കാണ് എന്നെ പെട്ടെന്ന് കണക്ട് ചെയ്യിച്ചത് അല്ലേ? അപ്പോഴും 53 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് നമ്മൾ പറയുകയും ചെയ്തു. 58 എന്നുള്ളതായിരുന്നു നമ്മുടെ OMRൽ മാർക്ക്. 37.5. ഡിസ്ക്രിപ്റ്റീവിലെ ഇന്റർവ്യൂ 6.5. ഇന്റർവ്യൂവിലാണ് ഇച്ചിരി മാർക്ക് കുറഞ്ഞത് അല്ലേ? ഞാനത് മനസ്സിലാക്കുന്നത് ഇന്റർവ്യൂവിന് ഞാൻ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോയി. ഒരു ഗൈഡൻസ് എനിക്ക് ശരിക്കും ഞാനത് യൂസ് ചെയ്തില്ല. മാം ഉൾപ്പെടെ ഒരുപാട് ഓപ്ഷൻസ് എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു എങ്കിലും ശരിക്കും അത് യൂസ് ചെയ്യാതെയാണ് ഞാൻ പോയത് മാം. എനിക്കതിൽ ശരിക്കും ഇപ്പോൾ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്റർവ്യൂവിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പ്രിപ്പറേഷനിൽ വരുത്തിയ ഫോൾട്ടുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്താലും മാം ഞാൻ മനസ്സിലാക്കുന്നത് എക്സാം ഹാളിൽ നമ്മുടെ മൈൻഡ് ഓഫ് പ്രസൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 2-3 ക്വസ്റ്റ്യൻസ് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എനിക്കറിയാമല്ലോ എന്ന് കരുതി ആക്ച്വലി ബബിൾ ചെയ്തപ്പോഴാണ് ഓപ്ഷൻ D ആയിരുന്നു. അയ്യോ ഇതിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, തെറ്റാണെന്ന് അവിടെ വെച്ച് തന്നെ റിയലൈസ് ചെയ്തു. 3 മാർക്കും ഒപ്പം 0.75 മാർക്കും നഷ്ടമായെന്ന് അവിടെ വെച്ച് മനസ്സിലായിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പം ഞാൻ ചിന്തിച്ച കാര്യം, ഞാൻ പഠിക്കാതിരുന്നത് കൊണ്ടല്ല, ഞാൻ പഠിച്ചു, ആ കാര്യം എനിക്കറിയാം. പക്ഷേ എക്സാം ഹാളിൽ നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മൾ അത്രയും കൺട്രോൾഡ് ആയിട്ടായിരിക്കണം ഓരോ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. CBT ആണെങ്കിൽ നമുക്ക് മാറ്റി ബബിൾ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്, പക്ഷേ ഇത് നമുക്ക് അത്രത്തോളം കെയർഫുൾ ആയിരിക്കണം. അങ്ങനെ എനിക്ക് മാർക്ക് മിസ്സായിട്ടുണ്ട്. 2 ഡിസ്ക്രിപ്റ്റീവിനാണെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാഡം. അവിടെ എനിക്ക് ചെറിയൊരു സെക്കൻഡ് എസ്സേ എഴുതിയപ്പം ഞാൻ വളരെ ഓടിപ്പാഞ്ഞാണ് എഴുതിയത്. അപ്പം ആ ഒരു ടൈം മാനേജ് ചെയ്യുന്നതിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു എന്നൊരു കാര്യമാണ് എനിക്ക് മനസ്സിലായത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷിനും OMRന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിനും ഒരുപാട് പ്രാധാന്യം കൊടുത്ത് പഠിച്ചു, ജനറൽ നോളജ് സെലക്ട് ചെയ്തും പഠിച്ചു. പക്ഷെ മിസ് ചെയ്തൊരു പാർട്ടായിരുന്നു മാത്സ്. മാത്സിൻ്റെ സ്പീഡ്, അതായത് പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു ടെക്നിക്സ് മനസ്സിലാക്കിയതിനപ്പുറം മാത്സ് സ്പീഡ് പ്രാക്ടീസ് ചെയ്തു. അതൊരു വലിയ പോയിന്റാണ്. ഇപ്രാവശ്യം ഒരുപാട് കുട്ടികൾ, ഞാൻ ക്ലാസ്സുകളിൽ നമ്മുടെ ടീം മാത്സ് ടീം നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഷെയർ ചെയ്യും.
ഗ്രൂപ്പിൽ നമ്മൾ ലാസ്റ്റ് മൊമെന്റ് ഡെയിലി നിങ്ങളിത് വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞിടുമ്പോഴും പല കുട്ടികളും ചെയ്യുന്നില്ല. സമയം കിട്ടുന്നില്ല മിസ്സേ എന്നാണ് പറയുന്നത്. പക്ഷെ അതൊരു വലിയ അബദ്ധമാണ്. മാം ചെയ്ത് തന്നെ നോക്കണം മാത്സ്. അതൊരു വലിയൊരു മിസ്റ്റേക്കാണ്, പല കുട്ടികളും വരുത്തിയ ഒരു കോമൺ മിസ്റ്റേക്കാണ് കേട്ടോ. കാരണം മാം ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് 10 മാർക്കല്ലേ മാത്സ് ഉള്ളൂ, സോ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് മാത്സിന് കൊടുക്കണ്ട, നമ്മൾ ഹെവി ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ നോളജ് അവിടെ ഉണ്ട് എന്ന് കരുതിയിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് റിഗ്രറ്റോടുകൂടി തന്നെ പറയുകയാണ്, ഇംഗ്ലീഷും ജനറൽ നോളജും ചെയ്ത് തീർന്നപ്പോഴേക്കും മാത്സ് ചെയ്യാൻ ബാലൻസ് എനിക്ക് ഉണ്ടായിരുന്നത് 5-7 മിനിറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 8 ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അത് വായിച്ചു നോക്കി ചില ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഇന്നത്തെ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈം മാനേജ് ചെയ്യുന്നതിലൊരു ചെറിയ ബുദ്ധിമുട്ട് വന്നു. കണക്കിന്റെ സ്പീഡ് കാരണം ആ ഒരു സമയത്ത് മാത്സ് 2 ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ എനിക്ക് ഒരുപാട് ടൈം വേണ്ടി വന്നു. ഇപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് IB പോലുള്ള എക്സാംസിൽ ഗംഗ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് എൻ്റെ പരാജയങ്ങൾ ഞാൻ മനസ്സിലാക്കി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 21 വയസ്സുകാരിയുടെ വായിൽ നിന്നാണ് വലിയൊരു സെൻറ്റൻസ് വന്നത്. എന്തൊക്കെ പരാജയങ്ങളാണ് മനസ്സിലാക്കിയത്, ഇവിടെ അതെങ്ങനെ കറക്റ്റ് ചെയ്തു? മാം ഞാൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് വീഡിയോസിൽ നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കി. അങ്ങനെയാണ് ഞാൻ ലക്ഷ്മികാന്ത്, അതുപോലെ തന്നെ മാജിദ് ഹുസൈൻ്റെ ജോഗ്രഫി, അങ്ങനെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വാങ്ങിച്ച് വെച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഓക്കെയാണ്, ഇതിനപ്പുറം ഒരു ക്വസ്റ്റ്യൻ വരില്ല. ഞാൻ ഡെയിലി അപ്പോൾ ഒരുപാട് സമയം പഠിക്കുക. അടുത്തത് എൻ്റെ മനസ്സിൽ വന്നത് രണ്ടാമത്തെ കാര്യം. അപ്പം ഞാൻ അറൗണ്ട് എനിക്ക് പറ്റുന്ന ടൈം അത്രയും ഞാൻ വായിക്കുകയാണ്, ഉറക്കെ വായിച്ച് പഠിക്കുകയാണ്. അപ്പോൾ കാണുന്നവർക്കും അല്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു ഫീൽ വന്നുകൊണ്ട് യു ആർ വർക്കിംഗ് ഹാർഡ്. പക്ഷെ അത് സ്മാർട്ട് ആയിരുന്നില്ല മാഡം. കാരണം ഞാൻ എന്ത് പഠിച്ചു എന്ത് പഠിച്ചില്ല എന്നെ എൻഡ് ഓഫ് ദി ഡേ എനിക്ക് അറിയാൻ വയ്യ. ഞാൻ ഒരുപാട് പഠിക്കുന്നുണ്ട്, പക്ഷെ ആ സിലബസ് ഓറിയന്റഡ് ആയിരുന്നു. സിലബസിൽ എത്ര പോർഷൻസ് കവർ ചെയ്തു, ആ ഒരു ടൈം ടേബിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞ് അനലൈസ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, എൻ്റെ പഠനം ഡിസിപ്ലിൻഡ് ആയിരുന്നില്ല. എനിക്ക് ഫോക്കസ് ഉണ്ടായിരുന്നു മാം, എൻ്റെ മനസ്സിൽ ഫയറും ഉണ്ടായിരുന്നു. പക്ഷേ ഡിസിപ്ലിൻഡ് ആയിട്ട് ടൈം മാനേജ്ഡ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ശരിക്കും അവരെ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് എനിക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിലാണെങ്കിലും IBയുടെ എക്സാമിലാണെങ്കിലും പറ്റിയ അബദ്ധം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിന് ആദ്യം എനിക്ക് എത്ര ദിവസം പഠിക്കാൻ കിട്ടും, സിലബസിലെ എല്ലാ പോർഷൻസും കവർ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഒരുപാട് വീക്കായിട്ടുള്ള ഏരിയാസ് ഉണ്ട്, പക്ഷേ എനിക്ക് സ്ട്രെങ്ത് ആയിട്ടുള്ള ഏരിയാസും ഉണ്ട്. അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു. അതിന് വേണ്ടിയിട്ട് ആ ദിവസങ്ങൾ ഡിവൈഡ് ചെയ്ത് ഞാൻ അളന്നു കുറിച്ചാണ് സത്യത്തിൽ ഇതിൻ്റെ ഒരു പ്ലാനിങ് തയ്യാറാക്കുന്നത്. ആ പ്ലാനിങ് ഓരോ വീക്കെൻഡിലും എത്രത്തോളം എനിക്ക് പഠിച്ചെത്താൻ പറ്റി, ഞാൻ പ്ലാൻ ചെയ്ത കാര്യവും ഞാൻ ആക്ച്വലി നടപ്പാക്കിയതും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്. അപ്പം നെക്സ്റ്റ് വീക്കിൽ അത് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചു. പിന്നെ മാം ഫസ്റ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനെ പറ്റി ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്ന റിവിഷൻ്റെ അഭാവമായിരുന്നു. പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ലക്ഷ്മികാന്ത് നോക്കുന്നത്, ആദ്യമായിട്ടാണ് സ്പെക്ട്രം നോക്കുന്നത്. അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് റിവൈസ് ചെയ്താൽ മാത്രമേ ഇത് മനസ്സിനകത്ത് നിൽക്കൂ. പക്ഷേ വായിച്ച് കഴിയുന്ന പോർഷൻസ് കഴിയുമ്പോൾ ഓക്കെ ഇത്രയും പഠിച്ചിട്ടുണ്ട്, ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഒരു പക്ഷേ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടും അല്ലെങ്കിൽ എൻ്റെ ഇമ്മെച്യൂരിറ്റി കൊണ്ടും ഒക്കെ വന്നിട്ടുള്ളതാവാം. എല്ലാത്തിലുപരി ഒരു ഗൈഡൻസിൻ്റെ കുറവ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഹൈക്കോർട്ടിലോട്ട് വരുമ്പം ഞാൻ പഠിച്ച കാര്യങ്ങൾ ആ വീക്കെൻഡിൽ കൃത്യമായി റിവൈസ് ചെയ്തു. അത് നെക്സ്റ്റ് വീക്ക് അവസാനിക്കുമ്പോഴും ആ കഴിഞ്ഞ വീക്കിലുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ ചേർത്ത് റിവിഷൻ ചെയ്തു. അതായത് ഞാൻ എന്ത് പഠിക്കുന്നു അതെനിക്ക് എക്സാം ഹാളിൽ മിസ്സാവരുത് എന്ന് കരുതിയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് റിവിഷൻ ചെയ്തു. ഒരുപാട് മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാതെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഞാൻ എന്ത് ചെയ്തു, നല്ല തറവായിട്ട് പഠിക്കാൻ ശ്രമിച്ചു മാം. പക്ഷേ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് അങ്ങനെ ആയിരുന്നില്ല. ഇപ്പം ഹിസ്റ്ററിക്ക് ഇപ്പോൾ സ്പെക്ട്രം മാത്രം നോക്കിയാലും നമുക്ക് കിട്ടും. ഇപ്പോൾ സ്പെക്ട്രത്തിന് പുറത്ത് പ്രീവിയസ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഇതിൻ്റെ സോഴ്സ് ഏതാണ്, അപ്പോൾ അതൊരു വലിയ ബുക്കാണെങ്കിൽ കൂടി ലിമിറ്റഡ് ടൈമാണ് എങ്കിലും അതും പഠിക്കണം എന്ന ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും പ്രാക്ടിക്കൽ ആയിരുന്നില്ല. ആ ഒരു മാർക്ക് അവിടെ മിസ്സായിക്കോട്ടെ, പക്ഷേ ഇത്രയും മാർക്ക് സേഫ് ആക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആകുക എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഞാൻ ആ ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന് ശേഷം മാത്രം തിരിച്ചറിഞ്ഞു. ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ സർവീസിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ശരണിനെയൊക്കെ വിളിച്ച് സംസാരിച്ചു അല്ലേ. അപ്പം എക്സൈറ്റഡ് ആണ്, ഹോസ്റ്റൽസൊക്കെ അന്വേഷിച്ച് തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം എന്ന് തോന്നുന്ന ഒരു ആരൊക്കെയാണ്, എന്തൊക്കെയാണ്? ഫാമിലിയാണ് ശരിക്കുള്ള സ്ട്രെങ്ത്ത്. അച്ഛൻ, അമ്മ, അനിയത്തിമാർ രണ്ടുപേരും എന്നെക്കാളും ഇളയ ആളുകളാണെങ്കിലും സംതിങ്സ് അവർ വളരെ മെച്യൂർഡായിട്ട് എൻ്റെ 2 പില്ലേഴ്സായിട്ട് കൂടെ നിൽക്കാറുണ്ട്. അമ്മ ഇമോഷണലി കുറച്ച് വീക്കാണ്, പക്ഷേ അമ്മയാണ് ഞാൻ പറഞ്ഞതുപോലെ അമ്മയാണ് ബാക്ക് ബോൺ. പിന്നെ അച്ഛൻ്റെ പ്രസൻസ് എപ്പോഴും ഉണ്ട്. അച്ഛൻ തന്നെയാണ് എല്ലാത്തിൻ്റെയും ശരിക്കുള്ള മോട്ടീവ്, അച്ഛൻ തന്നെയാണ്.
പിന്നീട് അച്ഛമ്മ പഠനത്തിനൊക്കെ വളരെ, ഇപ്പം എൻ്റെ കൂടെ അല്ല, അപ്പച്ചിക്കൊപ്പമാണ്. ഏറ്റവും അധികം ഞങ്ങൾക്ക് പഠനത്തിന് സപ്പോർട്ട് തരുന്ന ആൾ അച്ഛമ്മയാണ്. കാരണം പഠിക്കുക എന്ന് പറയുന്നതാണ് അച്ഛമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. ആൾക്ക് നമ്മുടെ ഈ കേരളത്തിലെ എല്ലാ മിനിസ്റ്റേഴ്സിൻ്റെ പേരും കൃത്യമായിട്ട് അറിയാം. അതായത് എന്ത് അപ്ഡേഷൻ വരുമ്പോഴും ഞങ്ങൾ പഠിക്കുമ്പം കൃത്യമായിട്ട് അത് കേൾക്കും. ഞങ്ങൾ ഉറക്കെ വായിച്ചാൽ പഠിക്കുന്നത്. അത് ബൈഹാർട്ട് ചെയ്യാനും തിരിച്ച് മറുപടി പറയാനും ഒക്കെ അതായത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് അത്തരം കാര്യങ്ങളിൽ. പിന്നെ അപ്പച്ചിയുടെ മകൻ ചേട്ടനാണ് ഞങ്ങളുടെ ബെസ്റ്റ് സിറ്റുവേഷൻസിൽ ഫസ്റ്റിൽ വരുന്ന പേഴ്സൺ. അതെ, ചേട്ടൻ ഇതുപോലെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ റെയിൽവേയിൽ കയറിയിട്ട് ALP ആയിട്ട് കയറിയ ആളാണ്. പിന്നീട് ITL ഇൻസ്ട്രക്ടറായിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ ആൾ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പം ചേട്ടനാണ് ഈ ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിനുള്ള ഓൾ മെറ്റീരിയൽസ് എനിക്ക് തരുന്നത് ചേട്ടനാണ്. അപ്പം ഏത് രീതിയിലും ഞാൻ ബെസ്റ്റ് സിറ്റുവേഷൻസിൽ നമ്മളെ കൂടെ ഒരുപാട് പേരാണ്, ബട്ട് വർസ്റ്റ് സിറ്റുവേഷനിൽ എത്തുക എന്ന് പറയുന്നതാണ് ഒരു ചലഞ്ച്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്. പിന്നെ അമ്മയുടെ ഫാമിലി നോക്കുമ്പോഴും എനിക്കൊരു സപ്പോർട്ടാണ്. ഫൈനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഒക്കെ ഇത്രയും ബാക്ക് ചെയ്യുന്നുണ്ടെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര പ്രൈഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഞങ്ങളുടെ വല്യമ്മയുടെ മക്കള് ഞങ്ങളുടെ ചേട്ടന്മാരാണ്. ഇപ്പം അണ്ണൻ നാട്ടിലുണ്ട്, പ്രവാസിയാണ്. ഈ സമയത്ത് തന്നെ നാട്ടിൽ വരാൻ പറ്റി, വന്ന് കണ്ടു, വലിയ രീതിയിൽ ട്രീറ്റൊക്കെ തന്നു. ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി അവരുടെയൊക്കെ ഹാപ്പിനെസ് കാണുമ്പം ഞാൻ എടുത്ത എഫർട്ട് എനിക്ക് ശരിക്കും ഫ്രൂട്ട്ഫുൾ. അതെ, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ എൻ്റെ നെയ്ബേഴ്സ്, സാധാരണഗതിയിൽ നെയ്ബേഴ്സ്, ഫ്രണ്ട്സ് ഒക്കെ നമ്മൾ പലപ്പോഴും ഈ ഒരു സിറ്റുവേഷനിൽ ഒളിച്ചോടാനാണ് ആഗ്രഹിക്കുന്നത്. ഗ്രാജുവേഷൻ കഴിയുമ്പോൾ നമുക്കൊരു വലിയ പ്രഷർ നമ്മൾ പോലും അറിയാതെ വരും. പ്രത്യേകിച്ചും ഗേൾസ് കൂടിയാണ്, 3 ഗേൾസ് കൂടിയാകുമ്പോൾ മാരേജ് പ്രപ്പോസൽസ്, ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് പറയണം. പക്ഷേ എൻ്റെ നാട്ടുകാർ ഭയങ്കര ഓപ്പോസിറ്റാണ്. അവർ മാരേജ് പ്രപ്പോസൽസ് ഒക്കെ മുടക്കിയാണ് വിടുന്നത്. ഇവിടെയുള്ള കുട്ടികൾ പഠിക്കും, ആ കുട്ടികൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന നെയ്ബേഴ്സും ഫ്രണ്ട്സും ഒക്കെയാണ്. അങ്ങനെ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ള എന്താണെങ്കിലും അത് എൻ്റെത് മാത്രമല്ല, അവരുടെ എല്ലാവരുടെയും കൂടിയാണ്. പിന്നീട് പറയേണ്ടത് എന്തുകൊണ്ട് ഞാൻ ഹൈക്കോടതി അസിസ്റ്റന്റ് ചൂസ് ചെയ്തു. ഞാൻ ഇതിനു വേണ്ടി ഡിഗ്രി മുതലേ ഡ്രീം ചെയ്ത ആളോ ഒന്നും ആയിരുന്നില്ല. എൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ അടുത്തത് എന്ന് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ആക്ച്വലി ശ്രീകല മാമും ശരണ്യേട്ടനും നടത്തിയ ഇൻ്റർവ്യൂ തന്നെയായിരുന്നു ഇത് സെലക്ട് ചെയ്ത ഫസ്റ്റ് കാര്യം. അതിനുശേഷം ഞാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഹൈക്കോടതി അസിസ്റ്റന്റിന് ഭയങ്കര ഒരു വലിയ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവരുടെ ട്രെയിനിങ് ഒരുപാട് അഡ്വാൻസ്ഡ് ആണെന്ന് മനസ്സിലാക്കി അവൈലബിൾ ആയിട്ടുള്ള ഓരോ ക്ലാസ്സസും ഞാൻ ശരിക്കും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഞാൻ തിരിച്ചു വന്നിട്ട് ആൻസർ കീ ഡിസിഷൻ തന്നെ ഞാൻ കണ്ടത് മാം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാം അന്ന് പറഞ്ഞ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒക്കെ ശരിക്കും സാറ്റിസ്ഫൈഡ് ആയി. അത് മാത്രമല്ല, നമുക്ക് സാധാരണ ഇപ്പം നമുക്കിങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ആളുകളെ കോൺടാക്ട് ചെയ്യുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് എക്സാമിൻ്റെ സമയത്ത് ഞാൻ അങ്ങേയറ്റം ടെൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് മാമിനെ നേരിട്ട് കോൺടാക്ട് ചെയ്യാനുള്ളൊരു ചാൻസ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. മാമിന് എനിക്ക് വിളിക്കാൻ പറ്റി, എൻ്റെ ടെൻഷൻസ് ഷെയർ ചെയ്യാൻ പറ്റി. അന്ന് മാം എന്നോട് പറഞ്ഞത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, പക്ഷേ പ്രിപ്പറേഷൻ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് വരെ നിങ്ങളൊന്നും ആകുന്നില്ല. ആ ഒരു ടൈം വരെയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്ന് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് റിസൾട്ട് വന്നപ്പോൾ അറിയിക്കണമെന്ന് തോന്നിയ ഫസ്റ്റ് പേഴ്സൺസിൽ ഒരാൾ ശ്രീകല മാം ആയിരുന്നു. അപ്പം ഈ ഒരു വിജയത്തിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പങ്ക് എത്രത്തോളമാണ്? ഇപ്പം നമ്മുടെ ഹൈക്കോടതിൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഭാഗം മാത്രമല്ല, നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻറ്റും KS ഒക്കെ ഉള്ള ഒരാളാണ്. ഇതൊന്നും അല്ല, KS ഒക്കെ നമുക്ക് വരാൻ കിടക്കുന്നേ ഉള്ളൂ. വലിയൊരു റിസൾട്ട് ഞങ്ങളതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഉണ്ട് ഈ ഇതിൽ നമ്മളോടൊപ്പമുള്ള യാത്രയിൽ എന്താണ് പറയാൻ? 2024 മാർച്ച് 27 നോട്ടിഫിക്കേഷൻ വരുന്നത് മുതൽ 25 ഏപ്രിൽ 8 വൈകുന്നേരം ഞങ്ങളുടെ റിസൾട്ട് വരുന്നവരെയും എനിക്ക് ശ്രീകല മാമുമായിട്ടും കോമ്പറ്റേറ്റീവ് ക്രാക്കറുമായിട്ടും ഒരു ടച്ച് ഉണ്ടായിരുന്നു. കാരണം അവരുടെ ക്ലാസ്സസ് റെഗുലറായിട്ട് കണ്ടത്, അതുപോലെ തന്നെ ഇമോഷണലി വീക്കായിരിക്കുന്ന ഏത് മൊമെൻറ്റിലും അപ്രോച്ച് ചെയ്യാൻ പറ്റിയ ആളെന്ന നിലയിലൊക്കെ ശ്രീകല മാം എന്നെ സംബന്ധിച്ച് വളരെ എൻ്റെ ഒരു വലിയ വെൽവിഷറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിലും ഒരു റിസൾട്ട് വന്ന സമയത്ത് മാമിൻ്റെ ഒരു സന്തോഷം ആ ഫോണിൽ കൂടെ കേൾക്കുമ്പോൾ എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരാൾക്ക് ഞാൻ സ്റ്റുഡൻ്റാണ്, ഓക്കെയാണ്, പക്ഷേ മറ്റൊരാളുടെ വിജയത്തിൽ ഇത്രമേൽ സന്തോഷിക്കാനും ഒരു ചെറിയ വിജയമാണോ? ഒരിക്കലും അല്ല. അവിടെ ഉണ്ടല്ലോ ഒരു കാര്യം ആലോചിക്കണം. എനിക്ക് ഇയാളുടെ വിജയത്തിൽ തോന്നിയ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, അതൊരു സെക്കൻഡ് റാങ്കാണ്, വലിയൊരു കാര്യം. വന്ന സാഹചര്യം, അത് എന്നോട് പറഞ്ഞത് 2 ദിവസം മുമ്പാണെന്നും കൂടെ ആലോചിക്കണം അല്ലേ? അതുവരെ ഈ കണക്ഷൻ ഇരിക്കുമ്പോഴൊന്നും ഞാനിത് അറിയുന്നില്ല. ആ ഒരു സാഹചര്യം, പിന്നെ ഇവിടെ വന്നൊരു ഇമ്പാക്റ്റ്. ഇനി അബവ് ഓൾ 23 വയസ്സിലാണ് ഈ ജോലി കിട്ടുന്നത്, വലിയൊരു കാര്യമല്ലേ? ഇനി ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിഷയം മലയാളം മീഡിയം ത്രൂ ഔട്ട് പഠിച്ച ഒരാൾ, അവിടെ നിന്ന് ഇംഗ്ലീഷിന് 110 മാർക്കുള്ള ഒരു എക്സാമിൽ സെക്കൻഡ് റാങ്ക് എത്തുക, അതും
എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ ടീമിന് എല്ലാവർക്കും ഒരു വലിയൊരു ഒരു സന്തോഷവും ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വെച്ച് ആശാ മാമിന് വീഡിയോ കോൾ ചെയ്തത്. മാം ഇന്ന് വരണം എന്ന് വിചാരിച്ച ഒരാളാണ്. പക്ഷെ ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ വലുതാണ്. ആൻഡ് യു ഡിസേർവ് ഇറ്റ് ഇൻ ഓൾ ആസ്പെക്ട്. യു ഡിസേർവ് ഇറ്റ്. അത്രയും വളരെ സന്തോഷം തോന്നിയ ഒരു റിസൾട്ടാണ്. അപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ, 23 വയസ്സിൽ വലിയൊരു ഒരു കുടുംബത്തിൻ്റെ ഏക ഏർണിംഗ് മെമ്പർ ആവാൻ പോവുകയാണ് അല്ലേ? വേറൊരു സോഴ്സ് ഓഫ് ഇൻകം ഇല്ല. ഒരു കുടുംബത്തിൽ ഏർണിംഗ് മെമ്പർ ആവാൻ പോവുകയാണ്. 2 അനിയത്തിമാരുടെ മുന്നിൽ അവർക്ക് വഴികാട്ടിയായിട്ട് ഒരു വലിയ പരീക്ഷയിൽ 2nd റാങ്കിലേക്ക് എത്തി നിൽക്കുകയാണ്. അമ്മയ്ക്കൊരു ആശ്വാസമായിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും വലിയൊരു ഡിസിപ്ലിൻഡ് വിക്ടറിയാണ് ഗംഗ നേടിയിരിക്കുന്നത്. അപ്പം ഈ പ്രായത്തിലുള്ള ഗംഗയോടൊപ്പമുള്ള കുട്ടികളോട് ഒരു സക്സസ്ഫുൾ കാൻഡിഡേറ്റ് എന്ന നിലയിൽ എന്താണ് പറയുന്നത്? ഞാൻ ഗ്രാജുവേഷൻ കഴിയുന്ന സമയത്ത് ആദ്യമൊക്കെ ഒരു സപ്പോർട്ട് കിട്ടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ പോകെ എനിക്ക് മനസ്സിലായ കാര്യം എന്തായി എന്ന ക്വസ്റ്റ്യൻ നല്ല അർത്ഥത്തിലാണ് നമ്മുടെ ചുറ്റുമുള്ളവർ ചോദിക്കുന്നത്. ജോലിയായില്ലേ വെറുതെ നിൽക്കുകയാണോ? ആ ഒരു ചോദ്യം നല്ല അർത്ഥത്തിലാണ് ചോദിക്കുന്നത്, എൻ്റെ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ഒളിച്ചോടാനായിട്ട് തുടങ്ങും. ഞാൻ തന്നെ മാം ഫങ്ഷൻസ് എനിക്ക് ഏറ്റവും അടുത്ത് ഒഴിവാക്കാൻ കഴിയാത്തതായിട്ടുള്ള കാര്യങ്ങൾക്കൊഴിച്ച് ഒന്നിനും പോകില്ലായിരുന്നു. ഈ വീട്ടിനകത്ത് എങ്ങനെയും ഇത് നേടിയിട്ട് പുറത്തു പോകണം. ആ സമയത്ത് നമ്മൾ എക്സ്റ്റേണലായി എന്നതിനേക്കാൾ ഇൻറ്റേർണൽ നമ്മൾ തന്നെ കൊടുക്കുന്നൊരു പ്രഷറുണ്ട്. ആ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ആദ്യമൊക്കെ എനിക്ക് കുറവായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കി, ഇല്ല, പഠിക്കുക, ഈ ചുറ്റുമുള്ളതൊന്നും കണ്ടില്ല എന്നടിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ നല്ലൊരു സിനിമ ഇറങ്ങുമ്പോഴായിരിക്കും, ഇഷ്ടമുള്ള ആക്ടറായിരിക്കാം, പക്ഷേ കാണാൻ പോകണ്ട, 3 മണിക്കൂർ പോവുമല്ലേ, വേണ്ട. അല്ലെങ്കിൽ സ്പോർട്സ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ക്രിക്കറ്റ്, പക്ഷേ അത് പലപ്പോഴും ഞാൻ ടെസ്റ്റൊക്കെ ഫുള്ള് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ വേണ്ട, കാണണ്ട, ആശ്വസ് വന്നാൽ പോലും വേണ്ട, കാണണ്ട. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതെല്ലാം ചെയ്ത് ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് ഇതെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ടൈം വരും. അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു 5-6 മാസത്തെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ ആ സമയത്ത് അല്പം നമുക്ക് സെൽഫിഷായിട്ട് പെരുമാറുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ടൈം കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ നമ്മുടെ തന്നെ എല്ലാ എൻ്റർടൈൻമെൻറ്റ്സും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഞാൻ മനസ്സിലാക്കുന്നപ്പോൾ എൻ്റെ കൂടെയുള്ളതാണെങ്കിലും മാം പറഞ്ഞ പോലെയുള്ളൊരു ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും നമ്മൾ കൂടുതലായിട്ടും എൻജോയ്മെൻറ്റ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ ലൈഫ് സെറ്റായ ശേഷം നമുക്ക് ഒരുപാട് വർഷങ്ങൾ നമ്മുടെ മുന്നിൽ എൻജോയ് ചെയ്യാനുണ്ട്. അതായത് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും പെട്ടെന്ന് മാരേജ്, അതായത് 20-21 വയസ്സ് കഴിയുമ്പം പെൺകുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരേണ്ട, ഫൈനാൻഷ്യലി ഡെഫിനറ്റ്ലി ഒരു ആവശ്യങ്ങൾ വരും. ആ സമയത്ത് അയ്യോ എനിക്ക് ജോലി വേണം എന്ന് പറഞ്ഞ് ഇറങ്ങുന്നതിനേക്കാളും ആ സമയത്ത് അവരനുഭവിക്കുന്ന ടെൻഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ജോലിക്ക് വെയിറ്റ് ചെയ്യുന്ന ഒരു കുട്ടി അനുഭവിക്കുന്ന ടെൻഷനല്ല, അതിനേക്കാൾ ഉപരി അവർക്കൊരു കുടുംബമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാതെ നമുക്ക് ഒരുപാട് ചാൻസസ്, അതായത് ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് സ്റ്റീല മാമിനെ പോലെ റെഡിയായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് അവരെ അടുത്ത് പോകണ്ട, നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണിൽ നമുക്ക് അവർ അവൈലബിൾ ആണ്. അതെല്ലാം യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് പറഞ്ഞു തരാൻ നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. അതിനെ ഉപയോഗിക്കുക, അതിനെ യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് ഡെഫിനറ്റ്ലി നന്നായി മുന്നേറാൻ പറ്റുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വലിയൊരു വിജയം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതോടെ നിർത്തിയോ? ഇനി എന്താ അടുത്ത പ്ലാൻ? അടുത്ത മാം ഡെഫിനറ്റ്ലി KS. ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന റാങ്കാണ്. തീർച്ചയായിട്ടും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെ UPSC പ്രിപ്പറേഷൻ വെരി ഗുഡ്. ഇത് രണ്ടുമാണ്. ഇത് എൻ്റെ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മാം. ഇത് ബിഗിനിങ് ആയിട്ട് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. ഇപ്പം എനിക്ക് എൻ്റെതായ രീതിയിൽ ഞാൻ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് പഠനവുമായി ബന്ധപ്പെട്ട് അതെനിക്ക് എൻ്റെതായ രീതിയിൽ ചെയ്യാൻ പറ്റും. എൻ്റെ ലിമിറ്റേഷൻസ് കുറയ്ക്കുന്നതിന് എൻ്റെ ഈ ഒരു വിജയം സഹായിച്ചിട്ടുണ്ട്. പക്ഷേ പുസ്തകങ്ങൾ വായിക്കുക, ഒരുപാട് കാര്യങ്ങൾ ഇനിയാണ് ചെയ്യാനുള്ളത്. സോ എൻ്റെ ലൈഫിൻ്റെ ബിഗിനിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതെ, ഐ ഹാവ് ടു ഗോ മൈൽസ്. ഞാൻ എൻ്റെ ഒരു ബിഗിനിങ് ആയി മാത്രമാണ് മാം ഇതിനെ കാണുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ നമ്മൾ വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ നേടുന്നൊരു വിജയമുണ്ടല്ലോ, അത് ഒരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് അല്ലേ? സാഹചര്യം കുറയും തോറും വിജയത്തിൻ്റെ മധുരം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ടീം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പല കുട്ടികളും വിചാരിക്കുന്നതിനേക്കാളും ഒക്കെ മുന്നോട്ടെത്തുമ്പോൾ അത് അവർ കൺവേ ചെയ്യുന്നൊരു മെസ്സേജ് ഉണ്ട്. അവരുടെ പിയർ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിലേക്ക് അവർ കൺവേ ചെയ്യുന്നൊരു മെസ്സേജ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു വലിയ മെസ്സേജാണ് ഇന്ന് ഗംഗ നിങ്ങൾ ഓരോരുത്തരിലേക്കും കൺവേ ചെയ്തിരിക്കുന്നത്. സോ മടിച്ചു നിൽക്കാതെ, വരാനിരിക്കുന്ന അവസരങ്ങളുടെ കാഠിന്യത്തെ അളക്കാനിരിക്കാതെ എന്ത് ചെയ്യുക, ഇറങ്ങി തന്നെ നമുക്ക് കളിക്കാം.
അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നില്ല, ബട്ട് ബിക്കോസ് നമ്മൾ ഇനിയും മുന്നോട്ട് പോവാണ് അല്ലേ. എങ്കിലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ച ഗംഗയ്ക്ക് താങ്ക് യു സോ മച്ച്. വിഷ് യു എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ ആൻഡ് ഓഫ് കോഴ്സ് യു വിൽ ഹാവ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. ഓക്കെ.